ജന്തർ മന്ദറിൽ ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ പ്രതിഷേധം 16 മണിക്കൂറിന് ശേഷവും തുടരുകയാണ്. അതിൽ പാലോടുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. അതിലേക്ക് പോകാം. അതിൽ ഇന്ന് വൈകുന്നേരം വരെ സമരം ചെയ്യാനുള്ള അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇപ്പോൾ അഭിജിത്ത് ദിഗ്വേ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പ്രധാൻ രാജിവെക്കുന്നത് വരെയും സമരം എന്നാണെങ്കിൽ ആ സമരം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അതിൽ ഉറപ്പായും അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അനിശ്ചിതകാല സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കണക്കിലെടുക്കാൻ. ഞാനിപ്പോൾ ജന്തർ മന്ദറിലാണുള്ളത്. സമരം നടക്കുന്ന വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന, സദസ്സിലാണ്. ഇപ്പോഴും ഒരു 100ഓളം വിദ്യാർത്ഥികൾ ഈ പകലും ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുഴുവൻ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു. സ്ഥാപകൻ അഭിജിത്ത് ദിഗ്വേയുടെ നേതൃത്വത്തിലാണ് സമരം തുടരുന്നത്. നമുക്ക് ഇവിടേക്ക് കടക്കാം. കൂടുതൽ ആളുകൾ ഇതിന് മുകളിലൊക്കെ ഉണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പ്രധാന ആവശ്യമായി വിദ്യാർത്ഥികൾ CJP ഉയർത്തുന്നത്. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ സമരം തുടരാൻ തന്നെ തീരുമാനമെന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നു. സ്ഥാപകൻ അഭിജിത്ത് ദിഗ്വേ റിപ്പോർട്ടർ TVയോട് പറയുകയും ചെയ്തിരിക്കുന്നു. ഇനി അഥവാ ജന്തർ മന്ദർ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നമോ സുപ്രീം കോടതി വിധിയോ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം ദില്ലിയിൽ തങ്ങൾക്ക് അനുവദിച്ച് നൽകണം ദില്ലി പോലീസ് എന്ന ആവശ്യം കൂടി ഈ CJP സ്ഥാപകൻ അഭിജിത്ത് ദിഗ്വേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ന് നീറ്റ് പരീക്ഷ നടക്കുന്നതിനിടെ, നീറ്റ് പരീക്ഷ നടക്കുമ്പോൾ അവരുടെ ജ്യേഷ്ഠന്മാർ സമരത്തിലാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. 1 കോടി രൂപ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക്, ഇവിടെ ആത്മഹത്യ ചെയ്ത നീറ്റ് പരീക്ഷാ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ ഉള്ളതുണ്ട്. പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതൊരു ബോർഡായി തന്നെ ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരുടെ ഓർമ്മയ്ക്കാണ് സമരം എന്നുള്ളതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരുടെ കുടുംബങ്ങൾക്ക്, ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകണമെന്ന ആവശ്യം കൂടിയുണ്ട്. ഈ ആവശ്യം കൂടി പരിഗണിക്കണമെന്നുള്ളതാണ്. ഇവിടെ പ്രവർത്തകരുണ്ട്. നേരത്തെ അഭിജിത്ത് ദിഗ്വേയും ഈ പരിസരത്ത് തന്നെയുണ്ട്. क्या कहना चाहते हैं, कितने देर तक ये चलेगा? जब तक धर्मेंद्र प्रधान जी का राजीनामा नहीं आता तब तक हम यहाँ पे ठान मान के बैठे हैं कि राजीनामा लेके ही हम जाएंगे. तब तक कह रहे हैं आप निकल जाओ. हमारा अधिकार है यहाँ पे धरने करने का. ये अधिकार हमारे को संविधान ने दिया है और ये लोकतंत्र है. लोकतंत्र को कोई भी ऐसे तानाशाही नहीं कर सकता. तो हम ഏകാധിപത്യം അനുവദിക്കില്ല എന്നുള്ളതാണ്. क्या मांगे भाई, इस्तीफा है क्या? देखो, अभी तक हम लोग इतने समय से बैठे हैं. हमारी जो ये समय हमारा व्यर्थ ना जाए. हम यही चाहते हैं धर्मेंद्र प्रधान अपना इस्तीफा जल्द से जल्द दें, हम अपने अपने घर चले जाएं. അതാണ് എത്രയും വേഗം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൂ, ഞങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് പറഞ്ഞു വിടൂ എന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച ഒരു സംഘർഷഭരിതമായിരുന്നു. 5 മണി വരെ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു സമരത്തിന് അനുമതി ജന്തർ മന്ദറിൽ പോലീസ് നൽകുക. ഇന്നലെ 1 മണിക്ക് സമരം ആരംഭിച്ചു. 5 മണി കഴിഞ്ഞപ്പോഴേക്ക് പോലീസിന്റെ അനൗൺസ്മെന്റ് വന്നു. പോലീസ് 100 കണക്കിന് പോലീസുകാരെത്തുകയും ബലമായി